കേരള സ്റ്റോറി സിനിമ രൂപതകൾ പ്രദർശിപ്പിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS അജണ്ടയായ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ മണിപ്പൂരിൽ നേരിട്ട പ്രശ്നങ്ങളും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മുസ്ലിം കമ്മ്യൂണിസ്റ്റ് കേരള വിരുദ്ധമാണ് സിനിമയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സിനിമാ പ്രദർശനത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി, തലശ്ശേരി രൂപതകളും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയതോടെയാണ് തെരഞ്ഞെടുപ്പിലെ സജീവ ചർച്ചയായ വിഷയം മാറിയത്. സിനിമാ പ്രദർശനത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശനം ഉയർത്തിയത്. ഹിറ്റ്ലറുടെ കാലത്ത് ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും ലക്ഷ്യം വെച്ചത് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി അതേ ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പറഞ്ഞു. ചിത്രം പ്രദർശിപ്പിച്ച രൂപതയോട് മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ചിത്രം RSS അജണ്ടയാണെന്ന് പിണറായി വിജയൻ. കേരളത്തിന്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇന്നലെ ശക്തമായ പ്രതികരണത്തിന് മുദ്രാതിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് കുറച്ച് കടുപ്പിച്ചു. കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കമാണ്. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോഹല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. മതസ്പർദ്ധ പ്രചരിപ്പിക്കാനാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. വളരെ നിർഭാഗ്യകരമായിപ്പോയി. കാരണം കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. നാടിനെ മോശമായി ചിത്രീകരിക്കുന്നതാണ് സിനിമയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്നലെ പറഞ്ഞിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.